ആകാശത്തെ തൊടും വിധം ഉയർന്നു നിൽക്കുന്ന ഉരുക്കും കോൺക്രീറ്റും തുളച്ചു കയറുന്ന ആധുനിക നഗരങ്ങളുടെ നിഴലുകളിൽ ഒരു പുരാതന രഹസ്യം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സൃഷ്ടികളായ വേർവോൾഫുകൾ മനുഷ്യർക്കിടയിൽ സഹവസിച്ചു. അവരുടെ അസ്തിത്വം ശ്രദ്ധാപൂർവം സംരക്ഷിക്കപ്പെട്ട ഒരു സത്യമായിരുന്നു. പകൽ സമയത്ത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞെത്തുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം ഇഴുകിച്ചേർന്നു. എന്നാൽ രാത്രി ഭീമാകാരന്മാരായ കെട്ടിടങ്ങൾക്കും നിറം മങ്ങി തുടങ്ങിയ പച്ച പരവതാനി പുതച്ച കാടിനു മുകളിൽ വെള്ളി വെളിച്ചം വീശിക്കൊണ്ട് ആകാശത്ത് താഴ്ന്നു നിൽക്കുന്ന ചന്ദ്രന്റെ അകമ്പടിയോടെ അവ അവയുടെ യഥാർത്ഥ രൂപം പ്രാപിക്കുവാൻ തുടങ്ങി. മനുഷ്യനും മൃഗവും തമ്മിലുള്ള രേഖ മങ്ങി. സാങ്കേതിക വിദ്യയും പാരമ്പര്യവും കൂട്ടിമുട്ടിയ ഈ ലോകത്ത് വേർവോൾഫുകൾ ആധുനിക ജീവിതത്തിന്റെ സങ്കീർണതകളിലൂടെ സഞ്ചരിച്ചു. അവരുടെ പ്രാഥമിക സഹജാവബോധം 21ാം നൂറ്റാണ്ടിന്റെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. മരങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. അവയുടെ ശാഖകൾ അസ്ഥികൂട വിരലുകൾ പോലെ അലസമായി നടക്കുന്ന മനുഷ്യരെ ഞെരിച്ചമർത്താൻ നീണ്ടു. മനുഷ്യർ പകൽ ഭരിക്കുന്ന ഈ ലോകത്ത് രാത്രിയിൽ അവർ ആധിപത്യം പുലർത്തി. അവയിൽ ചെന്നായ്ക്കളേക്കാൾ മറ്റൊരു ജീവികളും ഭയപ്പെടുത്തുകയോ ബഹുമാനിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. Living life, every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think that my head's on straight, gotta flip it and grip it and go and get an x-ray. പോവാം. എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല കേസി. ഇവിടുന്നോ അതോ ഈ നാട്ടിന്നോ? രണ്ടും. എന്തിനപ്പ എന്നെ തിരിച്ചു വിളിക്കുന്നേ? എന്തെങ്കിലും കാര്യം ഉണ്ടാവും? അതെ, അവർക്ക് ലാഭമുള്ള വല്ല കാര്യത്തിനോ? വാ പോവാം, ഫ്ലൈറ്റിന് ടൈമായി. എന്റെ പുതിയ പേരെന്താന്നാ പറഞ്ഞേ? ജൂഡ്. ജൂഡ്. Why are they hiding me? To protect? From whom? രാത്രിയിൽ തീക്കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളോടെ ചന്ദ്രന്റെ വിളറിയ വെളിച്ചത്തിനെതിരെ ഒറ്റപ്പെട്ട ഒരു നിഴലായി അവൻ അലഞ്ഞു നടന്നു. കാടിനെ മൂടുന്ന മഞ്ഞ് കണക്കെ അവന്റെ വെളുത്ത രോമങ്ങൾ. അവന്റെ സാന്നിധ്യം അവന്റെ വഴിമുറിച്ച് കടക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഭയമുളവാക്കി. എങ്കിലും അവനൊരു വേട്ടയാടുന്ന സൗന്ദര്യമുണ്ട്. അവന്റെ വന്യവും മെരിക്കപ്പെടാത്തതുമായ ആത്മാവിന്റെ സാക്ഷ്യം. ഒരിക്കൽ അഭിനിവേശത്താൽ ജ്വലിച്ചിരുന്ന അവന്റെ ഹൃദയം ഇപ്പോൾ തണുത്തതും കണക്ക് കൂട്ടിയതുമായ ഒരു താളത്തിൽ മിടിക്കുന്നു. ഏകാന്തതയുടെയും നഷ്ടത്തിന്റെയും തീയിൽ കെട്ടിച്ചമച്ചതാണ് അവന്റെ ജന്മം. ഒരിക്കൽ പ്രതീക്ഷയാൽ പ്രകാശിച്ച അവന്റെ കണ്ണുകൾ ഇപ്പോൾ പ്രണയഭാരത്താൽ രക്തം തളം കെട്ടി നിൽപ്പാണ്. അവനൊരു മരണമില്ലാത്ത ചെന്നായയാണ്, ഇതിഹാസത്തിന്റെ സൃഷ്ടി. അവന്റെ അലർച്ച മരങ്ങൾക്കിടയിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു വിലാപ നിലവിളിയായി മാറി. അവന്റെ ഇണയ്ക്കായുള്ള നിലവിളി. അവന്റെ ഹൃദയശൂന്യത ലോകത്തിന്റെ ക്രൂരതയിൽ നിന്ന് അവനെ സംരക്ഷിക്കുന്ന ഒരു പരിചയമാണ്. എന്നിട്ടും അവന്റെ നെഞ്ചിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ ഒരു തീപ്പൊരി മിന്നി മറയുന്നു. അവന്റെ ഇണയാകാൻ, അവന്റെ ശരീരത്തിന്റെയും ആത്മാവിന്റെയും പകുതിയാവാൻ പോകുന്നവനായി കത്തുന്ന ഒരു ജ്വാല. Kenneth
നഥാനിയൽ ലാൻഡ് ചെയ്തു. കൂടെ കേസി ഉണ്ട്. പിക്ക് ചെയ്യാൻ ഞാൻ പോണോ? വേണ്ട, അവര് വന്നോളും. പക്ഷെ ഇവിടെ എത്തുന്നത് മുതൽ അവന്റെ റെസ്പോൺസിബിലിറ്റി നിനക്കാണ്. ഐ നോ. അവൻ ഒരിക്കലും അവന്റെ ശക്തിയെക്കുറിച്ച് അറിയരുത്. അറ്റ്ലീസ്റ്റ് ബ്ലഡ് മൂൺ വരെയെങ്കിലും. ഐ ട്രസ്റ്റ് യു. I won't let you down. Welcome back, my son. Casey. Yeah, Ju, വാ. എന്തു പറ്റി? ഐ ഹേറ്റ് ദിസ് പ്ലേസ്. കം ഓൺ, നീ ചെന്നൊന്ന് ഫ്രഷ് ആയിക്കേ. വാട്ട് ദ ഹെൽ. അവനെ ഇതിന്റെ ഉള്ളിൽ തന്നെ പിടിച്ചിടാൻ പറ്റില്ല. ഇവിടുത്തെ ബ്രാഞ്ച് നതാലിയനെ ഏൽപ്പിക്കാം. ബ്ലഡ് മൂൺ വരെ അവന്റെ ശ്രദ്ധ അങ്ങനെ തിരിക്കാം. അതെ, അതുവരെ അവനെ ആർത്തറിന്റെ കയ്യിൽ പെടാതെ നോക്കണം. അവൻ ഒരിക്കലും നതാലിയനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. അവനിപ്പോ അവിടെ ഇവന് വേണ്ടി തെരഞ്ഞു നടക്കുമായിരിക്കും. ശൂന്യതയിലാണ് നീ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവൻ എവിടെയുണ്ടെന്ന് നിനക്കറിയാലേ? അറിയാം. എവിടെ? എനിക്കത് നിന്നോട് പറയാനുള്ള അനുവാദമില്ല. ഒരു കൂട്ടത്തിന്റെ മരണമില്ലാത്ത നായകൻ. നിന്നോട് എനിക്ക് സഹതാപം തോന്നുന്നു ആർത്തർ. എന്റെ പിന്നിൽ ഒരു കൂട്ടം അവശേഷിക്കുന്നില്ല. ഞാനാണ് എന്റെ കൂട്ടത്തിന്റെ അവസാന കണിക. എനിക്ക് മരണമില്ലാത്തതിനാൽ അവരെന്റെ ഇണയെ എന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയാണ്. എനിക്കറിയാം. കാരണം നീ പടുത്തുയർത്തുന്ന കുടുംബം സകലരുടെയും തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് അവർക്കറിയാം. അസ്ലൻ, നീ എന്നും എന്റെ വഴികാട്ടിയായിരുന്നു. ഈ ഒരു തവണ കൂടി നീ എനിക്ക് വഴി കാണിക്കേ. അവന്റെ പേരോ സ്ഥലമോ ഫോട്ടോയോ എന്തെങ്കിലും ഒരു സൂചന. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അതാണ് നിനക്കുള്ള എന്റെ അവസാനത്തെ സൂചന. പക്ഷേ ഈ സൂചന എന്നെ എങ്ങനെ സഹായിക്കാനാണ് അസ്ലൻ? ഹി ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആർത്തർ. നിന്റെ പ്രണയം ദൈവത്തിന്റെ സമ്മാനമാകുന്നു. അസ്ലൻ, നീ ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഒരു പറിച്ചുനട്? ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. നിന്റെ കമ്പനിയിൽ നിനക്ക് എന്തിനാണ് പ്രത്യേകം പ്രിപ്പറേഷൻ ജൂഡ്? നഥാനിയൽ. വിളിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പേരിട്ടത്? എന്തിനാണ് ഈ ന്യൂ ഐഡന്റിറ്റി? എല്ലാം നിന്റെ നല്ലതിനു വേണ്ടിയാണ്. ഇറ്റ്സ് എ ന്യൂ വേർഡ് ഫോർ യു. It's not a new world, Dad. It's a new prison for me. I'm just a prisoner for you. കേസി. Yes, sir. ജൂഡ്, നീയും? നിന്റെ ഡാഡിയുടെ ഓർഡറാണ്. അയാൾ ആരാ കേസി? ആര്? എന്റെ അച്ഛൻ എന്ന് പറയുന്ന ആള്. ഏയ്, വാട്ട് ഇഫ് അയാൾ എന്നെ എന്റെ റിയൽ പാരന്റ്സിൽ നിന്നും തട്ടിയെടുത്ത് ഒളിപ്പിച്ച് വളർത്തുന്നതാണെങ്കിലോ? അല്ലെങ്കിൽ അവർക്കൊന്ന് എന്റെ സ്വത്ത് കിട്ടാൻ വളർത്തിയതായിരിക്കും. എന്നിട്ട്? എടോ, അങ്ങനൊന്നും അല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ചിലർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എത്രത്തോളം സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രകടിപ്പിക്കണം. May you find a partner like that? Ladies and gentlemen,
esteemed colleagues, and honored guests. I'm thrilled to announce that it's time for a new chapter in our company's history. As many of you know, my son Jude has been groomed to take over the reins of our company. Today I am delighted to introduce him as the new CEO of Cifra. I am excited to see the impact he will make, and I'm proud to pass the torch to the next generation of leadership. Let's give a warm welcome to Jude Benjamin, our new CEO. നീ എവിടെയാ ആര്യവർദ്ധ? വൈ? എന്തോ എന്റെ മനസ്സ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഇതുപോലൊരു തോന്നലിന്റെ പേരിലല്ല നീ സ്വീഡനിലേക്ക് പോയത്. എനിക്ക് ഉറപ്പാ അവൻ അവിടെ ഉണ്ടായിരുന്നു. ആർത്തർ, അവന്റെ ഫെറമോൺസ് തന്നെ ഇല്ലാതാക്കി കാണും. നിനക്ക് അവന്റെയോ അവന് നിന്റെയോ ഗന്ധം തിരിച്ചറിയാൻ കഴിയില്ല. ഐ നോ. പക്ഷെ എന്റെ വിധിക്കപ്പെട്ട ഇണം അവനാണെങ്കിൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. എങ്ങനെ? ഓരോരുത്തരോടും പോയി നിനക്ക് മെയിൽ പ്രഗ്നൻസി പോസിബിൾ ആണോ എന്ന് ചോദിക്കോ? ഹർഷ, പ്ലീസ് ബി കെയർഫുൾ ആർത്തർ. നിന്റെ ചുറ്റും ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ഐ നോ. ബ്ലഡ് മൂണിന് മുമ്പ് ഞാൻ അവനെ കണ്ടെത്തിയിരിക്കും. ഓൾ ദി ബെസ്റ്റ് പ്രിൻസ്. മേക്ക് യുവർ കിങ്ഡം സേഫ്. ഐ വിൽ. കേസി, ഐ ആം ഗെറ്റിംഗ് ബോർഡ് ഹിയർ. ഫസ്റ്റ് ഡേ തന്നെ ഇവിടെ എനിക്ക് സെറ്റ് ആവില്ല. നമുക്ക് സ്വീഡനിലേക്ക് തിരിച്ചു പോകാം. ഐ ആം ഹെൽപ്ലെസ്. ഹെൽപ്പ് ചെയ്യാൻ ഇനി ആരാ വരിക? Hi. What can I do for you, sir? I want to meet your CEO. 5th floor. Thank you. May I come in, sir? Hey, Arthur, come. കിട്ടിയോ? തണുപ്പ് കുറവാ. സാരല്ല. നീ എവിടെയായിരുന്നു? ഞാൻ എത്ര ട്രൈ ചെയ്തു. ഐ നോ, ബട്ട് സ്വീഡനിലും ഇല്ല. ഇനി ഇവിടെയോ? അങ്ങനെ ഒരു തോന്നൽ. എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ നിന്നല്ലേ? അപ്പോ എല്ലാം ഇവിടെ തന്നെ അവസാനിക്കൂ എന്നൊരു തോന്നി. ബ്ലഡ് മൂണിന് മുമ്പ് വേണം, ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഐ വാണ്ട് മൈ പാക്ക് ബാക്ക്. നിന്റെ ആഗ്രഹം അതായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ കംപ്ലീറ്റ് ഹ്യൂമനായി മാറിയത്? ഐ ആം നോട്ട് എറ്റേണൽ ലൈക്ക് യു ബ്രോ. നിന്നിലാണ് എന്റെ വിശ്വാസം. നീ ജയിച്ചാ ഞങ്ങളും ജയിക്കും. എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഹ്യൂമനായി മാറിയത് ആഡം? അത് എങ്ങാനും ഞാൻ തോറ്റുപോയാ എന്നേക്കുമായി നിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള ഭയം. ഇവിടെ നീ അവരെ കണ്ടോ? ഇല്ല, എനിക്ക് അവരുടെ സ്മെല്ല് എവിടുന്നും കിട്ടിയില്ല. ഹ്യൂമൻ ആണെങ്കിലും എനിക്കിപ്പോഴും ആ പവറുണ്ട്. അവിടെ ഇവിടെ കുറച്ച് ഒമേഗാസ് ഉണ്ട്, ബട്ട് ഇല്ല, അവരിവിടെ തന്നെ ഉണ്ട്. മേ ബി അവരെ കണ്ടെത്താനുള്ള നമ്മുടെ എല്ലാ വഴിയും അവർ അടച്ചു കാണും. അവരേത് പാതാളത്തിൽ കൊണ്ടടച്ചാലും ഞാൻ അവനെ ഈ ബ്ലഡ് മൂണിന് മുമ്പ് കണ്ടെത്തിയിരിക്കും. നീ എവിടെയാ സ്റ്റേ? ഞാൻ എവിടെയും നിൽക്കാറില്ല. നിന്നേ പറ്റൂ. നീ എത്രത്തോളം നിന്റെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്യുന്നു അത്രത്തോളം നിനക്ക് അവരുടെ അടുത്ത് എത്താൻ കഴിയും. ബി ലൈക്ക് എ ഹ്യൂമൻ. ബട്ട് ലുക്ക് വാട്ട് ദേ മേഡ് മീ ഡു. എനി ക്ലൂസ്? ഇല്ല, ഞാൻ ആഡമിനെ കണ്ടിരുന്നു. അവനും അറിയില്ല. ഐ തിങ്ക് നീ നിന്റെ ടൈം വേസ്റ്റ് ചെയ്യാം. തിരിച്ചു പോരെ. അവൻ അവിടെ ആയിരിക്കില്ല. പക്ഷെ എന്തോ ഹലോ, പറ. ആർ യു ലോസ്റ്റ്?
സം ഡേയ്സ്. എന്നിട്ട് തിരിച്ചു വരുമല്ലേ? ഒരു 2 days കൂടെ നോക്കട്ടെ. നീ എന്താ ചിരിക്കുന്നേ? I just saw a boy. A boy? I don't know. Maybe എന്റെ elder ആയിരിക്കും. അത് നീ എന്തിനാ ചിരിക്കുന്നേ? അവൻ എന്നെയും നോക്കി. So, bro, you are not interested. കരയിൽ തേടേണ്ടതിനെ കടലിൽ തേടിയിട്ട് എന്ത് കാര്യം? നീ തേടുന്നതെന്തോ അത് നിന്നെ തേടി വരും. സ്റ്റോപ്പ്. എന്താ? അവനല്ലേ ഇന്നലെ കണ്ടേ? ആരെ? ഞാൻ ഇപ്പൊ വരാം. നോ. യു ജൂഡ്, നീ എന്ത് ചെയ്യാ? നീ എന്തിനാ ഇപ്പൊ വന്നേ? വാ, പോവാൻ ടൈമായി. വെയിറ്റ്, ഇയാള് വർക്ക് ചെയ്യണം. ജൂഡ് വാ, നിക്ക് കേസി. ഹായ്, പേരെന്താ? അലൻ. എന്ത് ചെയ്യാ? ഇപ്പൊ ഒന്നുമില്ല. ഡു യു നീഡ് എ ജോബ്? യെസ്, കം വിത്ത് us. നീ ഇത് എന്ത് ഭാവിച്ചാ? സാറിനോട് ചോദിക്കാതെ. സോ വാട്ട്? ഒരു ന്യൂ എംപ്ലോയി അപ്പോയിന്റ് ചെയ്യാൻ പോലും എന്റെ പോസ്റ്റിന് റൈറ്റ് ഇല്ലേ? ഡാം ഇറ്റ്. താൻ നാളെ 10 മണിക്ക് ഓഫീസിലോട്ട് വാ. ഇതാ കാർഡ്. ഇത് റിസപ്ഷനിൽ കാണിച്ചാൽ മതി. വാട്ട്സ് റോങ് വിത്ത് യു? അതൊക്കെ പറയാം. അലൻ നാളെ വരും. ഓക്കെ, ബൈ. അവൻ എന്താ ഇന്ന് ഹയർ ചെയ്യാത്തെ? There is a damn rule for newcomers. ഇന്റർവ്യൂ അല്ലേ? നോ, അതിൽ ഇമ്പോർട്ടന്റ് ആയ ഒന്ന്. എന്ത്? മെഡിക്കൽ ചെക്കപ്പോ? ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. മനസ്സിലായില്ല. പ്ലീസ് ഡോണ്ട് ആസ്ക് മീ എനിത്തിങ്. വൈ? എനിക്കൊന്നും പറയാനുള്ള പെർമിഷൻ ഇല്ല, അതുകൊണ്ട്. എന്ത് പറയാൻ? നതാലിയൻ, പ്ലീസ്. നീ എന്താ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞേ? ഞാൻ ഇന്നലെ ഒരുത്തൻ കാർ പോകുന്നത് കണ്ടു. അത് കഴിഞ്ഞ് ഇന്ന് അവൻ കാർ നിർത്തി എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. എന്താ, നിനക്ക് അവന് ഡൗട്ട് ഉണ്ടോ? അവനെ അല്ല, അവന്റെ കൂടെ വേറെ ഒരുത്തരുണ്ടായിരുന്നു. ആര്? ഫ്രണ്ടാണോ കൊളീഗാണോ അറിയില്ല. ബട്ട് അവൻ കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ എന്റെ തലയ്ക്ക് അടി കിട്ടിയതുപോലെ തോന്നി. വാസ് ദാറ്റ് ഹിം? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഒന്നുകിൽ അത് അവൻ തന്നെയാണ്, അല്ലെങ്കിൽ അവൻ അവരുടെ ആളാണ്. ആയിരിക്കാൻ ചാൻസ് ഇല്ല. അതെന്താ? അവരത്ര ഈസിയായി പിടിതരില്ല. ബ്ലഡ് മൂൺ വരെ അവർ ഉറപ്പായി മറിഞ്ഞിരിക്കും. യു മെറ്റ് ദ റോങ് പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ അവനെ എവിടെ പോയി അന്വേഷിക്കും? അവരിവിടെ ഉള്ളതിന്റെ ഒരു സൂചന പോലും എനിക്ക് ഇത്ര വർഷമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ എന്തിന്റെ ബേസിലാ നീ അവരിവിടെ ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ തിരിച്ചു വരാം ഉടൻ തന്നെ. ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞില്ലേ എപ്പോഴാ വരുന്നേ? നതാനിയൽ, പോവാൻ സമയായി. ഈ ടാബ്ലറ്റ് കഴിച്ച് ഇറങ്ങാൻ നോക്കാം. നതാനിയൽ. ഷിറ്റ്, ഞാൻ ഉടനെ വരും. See you soon. Hello. I will call you back. എങ്ങോട്ടാ പോകുന്നേ? Why should I tell you? ഈ വായി നോക്കിനെ അവന്റെ ഫ്രണ്ടിനെ വെറുതെ സംശയിച്ചു. എന്താ? ഒന്നുമില്ല. വരുന്നില്ലേ? എങ്ങോട്ട്? ഇന്ന് 10 മണിക്ക് വരാൻ പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളുടെ ജോലിയൊന്നും വേണ്ട. വൈ? ഞാൻ ജസ്റ്റ് വെക്കേഷൻ വന്നതാ. നാളെ തിരിച്ചു പോകും. എങ്ങോട്ട്? അതൊക്കെ താൻ എന്തിനാ അറിയുന്നേ?
അല്ലേലും ഞാൻ ആരാലേ? ഐ വിൽ ഗിവ് യു മോർ സാലറി. നോ നീഡ്. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? അത് നിനക്ക് തരാൻ കഴിയില്ല. അത്രയ്ക്ക് കോസ്റ്റ്ലി ആണോ? ഇറ്റ്സ് മോർ ലൈക്ക് എ ട്രഷർ. ഈസ് ഇറ്റ് എ ലവ്? നീ എന്താ ചെയ്തത് ജൂഡ്? കേസി, ഡോണ്ട് ബേബി സിറ്റ് മീ. ഐ ഹാവ് ടു ഗോ ഗൈസ്. വെയിറ്റ്, നീ അല്ലേ ഇന്നലെ? യെസ് യെസ്. ബട്ട് അവൻ ഇന്ന് ജോലി വേണ്ടാന്ന്. അതെന്താ? ജസ്റ്റ് വെക്കേഷൻ വന്നതാ ഇവിടെന്ന്. നൗ ഹി ഈസ് ഗോയിങ് ബാക്ക്. പിന്നെ ഇന്നലെ നീ എന്തിനാ ജോബ് വേണം പറഞ്ഞേ? നിന്നോടാ ചോദിച്ചത്. അത് ഞാൻ ഇയാളോട് കള്ളം പറഞ്ഞ. ആക്ച്വലി എനിക്ക് ജോലി വേണം. നീ എന്താ കളിക്കുന്നോ? നീ ആരാ? വെയിറ്റ്, എനിക്ക് ഇയാളെ കണ്ടപ്പോ ഒരു ഫ്ലേറ്റ് ആയിട്ട് തോന്നി. അതാ കള്ളം പറഞ്ഞേ. പറയിപ്പിച്ചപ്പോ സമാധാനമായല്ലോ. അപ്പൊ എനിക്ക് വേക്കൻസി ഉണ്ടോ? വി ആർ ഡീലിംഗ് വിത്ത് പ്രൊഡക്ട്സ് അഡ്വർടൈസിംഗ് ആൻഡ് യു ക്യാൻ ഗിവ് യുവർ ഇന്റർവ്യൂ ഫോർ മൈ PA. What? അതിന്റെ ആവശ്യം എന്താ? I said what I said. Whatever. But you have to crack the interview section. I will try my best. Okay, ഓഫീസിലോട്ട് വരൂ. കാർഡ് കയ്യിലില്ലേ? ഉണ്ട്. അത് റിസപ്ഷനിൽ കാണിച്ചാൽ മതി. Okay. May I know who you are? I am his PA. Eh? He's lying. He's my best friend. Oof. കിഡ്നി ടച്ചിങ്. ഞാൻ എന്നാ 10 മണിക്ക് എത്താം. ഓക്കെ. എനിക്ക് അവൻ ഇന്റർവ്യൂ ചെയ്യണം. അത് കെനത്തിന്റെ ഡ്യൂട്ടിയാണ്. സ്റ്റിൽ ഐ വാണ്ട് ടു ബി ദേർ. എന്തിന്? ചുമ്മാ കണ്ടോണ്ടിരിക്കാലോ. ആ ചെക്കനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഉള്ളപ്പോ അവൻ എന്തിനാ വേറൊരു PA? To be honest, അവൻ ആ പയ്യനോടൊരു ക്രഷ്. ഈസ് ഇൻ ടു ബോയ്സ്? അതൊരു ഷോക്കിംഗ് ന്യൂസ് അല്ലല്ലോ കെനത്ത്. അത് അങ്ങനെയല്ലേ വരും. ഈസ് ഇറ്റ് എ ബാഡ് സൈൻ? അവന്റെ ഫെറമോൺസ് ഹൈഡ് ചെയ്യുന്ന പോലെ അവന്റെ സെക്ഷുവാലിറ്റി ഹൈഡ് ചെയ്യാൻ പറ്റുമോ? അതത്രേ ഉള്ളൂ. സ്റ്റിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ഇത്രയും കാലം ആരോടും തോന്നാത്ത ഒരു ക്രഷ് ഈ പർട്ടിക്കുലർ പേഴ്സണോട് വെറുതെ തോന്നുമോ? മേ ബി വി ആർ ജസ്റ്റ് ഓവർ തിങ്കിങ്. മേ ബി. വെൽക്കം ടു സിഫ്ര. അതിന് ഇന്റർവ്യൂ പോലും കഴിഞ്ഞില്ലല്ലോ. യു വിൽ പാസ്. എനിക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. ഹേ ഹിയർ. ഹാ, പേരെന്താ? അലൻ. ഹാ, അലൻ, കം ഓൺ. Sit. Casey. Okay. Just a blood test. Hey, what are you doing? Stop it. ചേഞ്ച് ഒന്നുമില്ലല്ലോ. ഇല്ല. അപ്പോ നമ്മൾ പേടിച്ചതുപോലെ ഒന്നുമില്ല. ഹിസ് എ കംപ്ലീറ്റ് ഹ്യൂമൻ. കഴിഞ്ഞ ഇന്റർവ്യൂ ഒരു 30 മിനിറ്റോടെ. നിങ്ങൾ ഇന്റർവ്യൂ തന്നെയല്ലേ ചെയ്യുന്നേ? അങ്ങനെ വഴി കൂടെ പോകുന്ന ഒരാളെ പിടിച്ച് ഇവിടെ കയറ്റാൻ പറ്റുമോ? അതിന് അതിന്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ലെറ്റ്സ് ഫക്ക് ദിസ് പ്രൊസീജിയേഴ്സ്. നിങ്ങൾ നോ പറഞ്ഞാലും ഞാൻ അവനെ എന്റെ PA ആക്കും. അതാവും. നീ പേടിക്കണ്ട. അതെന്താ? ഞാൻ ഇത്ര നേരം അവിടെ ആയിരുന്നില്ലേ? അവൻ നന്നായി ആൻസർ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കെനത്ത് ഇതിന് മാത്രം എന്താ ചോദിക്കുന്നത്? നിന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ നോക്കി.
ഇംപ്രസീവ്. നിങ്ങൾ എനിക്ക് എന്താ ഇൻജെക്ട് ചെയ്തേ? ഇറ്റ്സ് ജസ്റ്റ് എ ബോഡി ചെക്കപ്പ് ആൻഡ് യു ആർ ഫിറ്റ് ഫോർ ദിസ് ജോബ്. ഇത് ഈ കമ്പനിയുടെ പോളിസിയാണ്. ആൻഡ് ഇതിനെക്കുറിച്ച് ജൂഡിനോട് പറയരുത്. വൈ? ഇറ്റ്സ് ആൻ ഓർഡർ. യു മേ ലീവ് നൗ. What? Are you sure? I'm damn sure. പക്ഷേ he should hide, right? അതാ ഞാനും ആലോചിക്കുന്നത്. നീ എന്നിട്ട് പോവാൻ തീരുമാനിച്ചോ? യെസ്. എന്തൊക്കെ ട്രൈ ചെയ്തു, ഇതും കൂടെ ട്രൈ ചെയ്യാനാണോ പാട്? ബട്ട് ബി കെയർഫുൾ. അത് അവനാണെങ്കിൽ അവന്റെ ആളുകൾ ഷാർപ്പായിരിക്കും. നീ പറഞ്ഞ വായി നോക്കി അവന്റെ ഗാർഡായിരിക്കും. നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ അവരുടെ റോൾ സ്വിച്ച് ചെയ്തതായിരിക്കും. ട്രൂ. നിനക്ക് വേണ്ട ഫേക്ക് ഡോക്യുമെന്റ്സ് ഞാൻ തരാം. ആൻഡ് ഐ എം റിപ്പീറ്റിംഗ്, be careful. Got it. Searching for greatness in a sea of the dying and shameless, a sea of the aimless. I don't wanna be one of the nameless. I'ma wake up with the mindset that one day I'm gonna make it, and I don't think I'll be fine if I don't break my limitations. May I come in? Yes, of course. You passed, right? Yes. Congratulations. And celebrations. Jude, sorry for asking. ഇയാൾ തന്നെയാണോ നിങ്ങളുടെ CEO? Unfortunately, yes. കേസി, നീ വാ, ഞാൻ ബാക്കിയുള്ളവർക്ക് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. സോ ദിസ് ഈസ് അവർ ബ്ലോഗ്. ഇവിടെ മാത്രം 21 സ്റ്റാഫാണുള്ളത്. ഓ, ചോദിക്കാൻ മറന്നു, അലന്റെ വെയറബൌട്ട്സ്? ഓ, പാരന്റ്സ് പുറത്താണ്, UK. സിബ്ലിങ്സ്? ഞാൻ. മാരീഡ് ആണോ? നാണോ? വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ട്. സാറോ? അവൻ അതിനുള്ള മെച്യൂരിറ്റി ഒന്നും ആയിട്ടില്ല. ജൂഡ് സാറല്ല, KC സാർ. ഓ, ഞാനോ? ഞാനും മാരീഡ് അല്ല. പിന്നെ ഇവിടെ ബെഞ്ചമിൻ സാറിനെ മാത്രമേ എല്ലാവരും സാറിന് വിളിക്കാറുള്ളൂ. ഹു ഇസ് ബെഞ്ചമിൻ? ജൂഡിന്റെ ഫാദർ. He is the founder of Sifra. Oh, okay. അലൻ എവിടെയാണ് സ്റ്റേ? ഹയാറ്റ് ഫ്ലാറ്റ്? ഓ, അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? ക്യാഷ് ഒക്കെ പപ്പ അയച്ചോ? സ്റ്റിൽ എനിക്കെന്നെ സ്വന്തം കാലിൽ നിൽക്കണം. ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സാർ. KC. ഓ സോറി, KC. ജൂഡിന്റെ അടുത്തേക്ക് പൊക്കോളൂ, ബാക്കി അവൻ പറയും. ഞാൻ PA ആണെങ്കിലും KC ഇവിടെ കാണില്ലേ? ഓഫ് കോഴ്സ്, ഐ ഹാവ് അതർ ഡ്യൂട്ടീസ് ഫോർ ഹിം. ഓക്കെ, ഐ വിൽ ക്യാച്ച് യു ലേറ്റർ. May I? Yes. കേസി എല്ലാം പറഞ്ഞു തന്നില്ലേ? ഇല്ല. നീ കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണ്ട. ജസ്റ്റ് ബി വിത്ത് മീ. ഫാദർ, ബി വിത്ത് മീ ഓൾ ദ ടൈം. ഐ മീൻ, എന്റെ കൂടെ ഓഫീസിൽ നിൽക്കണം, മീറ്റിങ്ങിന് കൂടെ വരണം, ബിസിനസ് ട്രിപ്പിന് വരണം. ലൈക്ക് ദാറ്റ്? ഓ, ഓക്കെ. ദാറ്റ്സ് യുവർ ക്യാബിൻ. ഇവിടെ തന്നെയോ? സെപ്പറേറ്റ് ക്യാബിൻ ഇല്ലേ? ഇല്ല, എനിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. എന്ത്? നീ വർക്ക് ചെയ്യുന്നുണ്ടോന്ന്? പോയിരുന്നോളൂ. ജൂഡ്, ഞാൻ പോയിട്ട് വേഗം വരാം. Gust? ആരാ? ഞാനാ. I'm your guest. എന്താ, ഇഷ്ടപ്പെട്ടില്ല? സംസാരിക്കുന്ന നായോ? സംസാരിക്കുന്ന മനുഷ്യനെ പോലുള്ള ചെന്നായോ? ഏയ്, ആരാ നീ? ഹർഷം പറഞ്ഞിട്ടാണോ നീ വന്നേ? അല്ല, അസ്ലൻ. അസ്ലൻ? അതെ, ഇനി മുതൽ ഞാൻ നിന്റെ അസിസ്റ്റന്റ് പ്ലസ് ബോഡിഗാർഡ് ആയിരിക്കും. അസ്ലൻ നിന്നെ വെറുതെ ഇങ്ങോട്ട് അയക്കില്ലല്ലോ, അതിനൊരു കാരണം വേണ്ടേ? അപ്പൊ ഞാൻ ശരിയായ സ്ഥലത്താണല്ലേ? ആയിരിക്കും. നിനക്ക് അവൻ ആരാന്നറിയോ? ഇല്ല, പക്ഷെ അവനെ കണ്ടുപിടിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നമുക്കധികം സമയമില്ല. ബ്ലഡ് മൂൺ കഴിയുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. എനിക്കൊരാളെ സംശയമുണ്ടോ? എല്ലാ സംശയം
പറയാനാണല്ലോ ഞാൻ വന്നത്. നിന്റെ പേരെന്താ? അസ്ലം എന്നെ ഫിഫി എന്നാ വിളിക്കാറ്. ഓക്കെ ഫിഫി, ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ, അത് കഴിഞ്ഞ് എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചേക്ക്. ഞാനൊരു വാക്കിന് പോയിട്ട് വരാം. ഓ ആയിക്കോട്ടെ. എന്തായി, നിന്റെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഏകദേശം. അത് അവര് തന്നെയാണ്. നീ പറഞ്ഞ പോലെ അവര് പ്രിപ്പയർഡ് ആണ്. എന്നെ ഇൻജെക്ട് ചെയ്ത് നോക്കി. അപ്പൊ ആ കേസി, യാ, അതവൻ തന്നെ. ഇനി നീ എന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? അവനെ കുറിച്ച് അറിയോന്ന് ആദ്യം കണ്ടുപിടിക്കണം. ബട്ട് ഞാൻ ആ വായി നോക്കിയുടെ അടുത്ത് കുടുങ്ങിക്കിടക്ക. കേസി കൂടെ ഉണ്ടാവില്ലേ? ഉണ്ട്, പക്ഷെ ആ ജൂഡും ഉണ്ട്. അവനില്ലാതെ കേസി ഒറ്റയ്ക്ക് കിട്ടണം. ഇത്ര അടുത്ത് വരെ കാര്യങ്ങൾ എത്തിയില്ലേ, ബാക്കിയും തന്നെ നടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ലാ, 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 ബൗ. അത് ശരി, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കിടന്നുറങ്ങുവാണല്ലേ? ആ, എന്തിനിങ്ങനെ കുരയ്ക്കുന്നേ? എനിക്ക് ഫുഡ് ഉണ്ടാക്കാതെ കിടന്നുറങ്ങുവാണോ? ഞാൻ ഉറങ്ങിയില്ല, ഓരോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു.